അനുസരണമാണ് നമ്മെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. റിപ്പീറ്റ് ഇറ്റ്. അനുസരണമാണ് നമ്മളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ എലീശയുടെ അടുക്കിലേക്ക് ഒരു വിധവ് വരുന്നുണ്ട്. കടക്കാർ വന്ന് നിൽക്കുകയാണ് അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ. അന്നത്തെ കാലഘട്ടങ്ങളിൽ അടിമകളായിട്ട് കൊണ്ടുപോകാൻ. താങ്ക് യു ജീസസ്. ആ സന്ദർഭങ്ങളിൽ അവരെ കൊണ്ടുപോയാൽ ആ പൈസ അല്ലെങ്കിൽ ആ ബാധ്യതപ്പെട്ടത് കൊടുത്ത് തീർക്കും വരെ ഇവർ അടിമപ്പണി ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് വേറെ ബാങ്കോ അല്ലെ മറ്റു വ്യക്തികളുടെ അടുക്കിലേക്കല്ല പോയെ. പ്രവാചക ശിഷ്യന്റെ ഭാര്യയാണ്. അവിടെ ഭർത്താവ് ഒരു ഭക്തനായിരുന്നു. അവൾ ഓടി പ്രവാചകന്റെ അടുക്കിലേക്ക് വീണ്ടും ചെല്ലുകയാണ്. ഇങ്ങനെയൊക്കെ വന്ന് കടക്കാർ നിൽക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? ഇത് ഞാൻ അനുസരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഉടനെ ഒരു ജോലി പ്രവാചകൻ അവർക്ക് കൊടുക്കുക. ഇത് എൻ്റെ കയ്യിൽ ഇത്രയും പൈസയേ ഉള്ളൂ, നന്മയുള്ള ഇതാ കൊണ്ടുപോയി, പ്രശ്നം തീർക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു. ചിലരൊക്കെ ചോദിക്കും, ഇവർക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യല്ലോ. തീർച്ചയായിട്ടും ചെയ്യും. ഞാനും ചെയ്യുന്ന ആളാണ്. ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ അവർ വാങ്ങുക മാത്രമല്ല, അവർ കൊടുക്കുകയും ചെയ്യുന്നവർ തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ തലം അതല്ല. ചെറിയ കാര്യങ്ങൾ കൊണ്ട് തീരത്തില്ല. പെട്ടെന്ന് പ്രവാചകൻ അവളോട് പറയുകയാണ്. പറയുന്ന വാക്യതാണ്, എന്തുണ്ട് നിന്റെ കയ്യിൽ? എൻ്റെ വീട്ടിൽ അല്പമെണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല. അല്പമെണ്ണയല്ല. അദ്ദേഹം ഉടനെ കൊടുക്കുന്ന ടാസ്ക്, ഒരു ജോലി കൊടുക്കുകയാണ്. നീ പോയി വെറും പാത്രങ്ങൾ കടം വാങ്ങി. ബോറോ എംപ്റ്റി വെസൽസ് ഫ്രം യുവർ നെയ്ബേഴ്സ്. അത് അനുസരണത്തിൻ്റെ ഒന്നാമത്തെ അനുസരണമാണ് ദൈവസന്നിധിയിലേക്ക് വിഷയം കൊണ്ടുവരുന്നത്. പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ, പാസ്റ്ററുടെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരിക. നമ്മൾ ഇന്ന് കേൾക്കുന്ന ടീച്ചിങ് ഒന്നും വേണ്ട, നേരിട്ട് മതി ഡീലിങ്. ധൈര്യത്തോട് നിനക്ക് ദൈവത്തോട് നിന്റെ സങ്കടങ്ങൾ പറയാം. പക്ഷെ ഒരു ഓർഡറുണ്ട് ദൈവത്തിന്. ദൈവത്തിനൊരു സഭയുണ്ട്, നിയമങ്ങളുണ്ട്, തലയുണ്ട്. അങ്ങനെയാണ് ദൈവം കാര്യങ്ങളെ ചെയ്യുന്നത്. ദൈവം കൃപ ചെയ്ത് അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഹല്ലേലൂയ, ഈ പ്രവാചകൻ വെറും പാത്രങ്ങൾ കടം മേടിക്കാൻ പറയുമ്പോൾ നമുക്കറിയാം, ഒന്നാം നിന്ദകളാണ്. ഇവിടെ കടക്കാരിയാണ്, മനുഷ്യന്റെ മുമ്പിൽ നിന്നാ വിഷയമാണ്. അവൾ വീണ്ടും പോയി പാത്രങ്ങൾ വാങ്ങുകയാണ്. അവിടെ തീർന്നില്ല. അടുത്ത അനുസരണമാണ്. നീയും കുഞ്ഞുങ്ങളും മാത്രം അകത്ത് കയറി വാതിലടച്ച് വെറും പാത്രങ്ങളിൽ പകരണം. അയ്യോ, എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ കയറ്റിക്കൊണ്ട് കുഴപ്പമുണ്ടോ? നടക്കത്തില്ല. അവിടെ കുഞ്ഞുങ്ങൾക്കും വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു. ഒന്ന് അവളോട് പറഞ്ഞു, ഒന്ന് പ്രവാചകനിലേക്ക് വരാനുള്ള മനസ്സ്. 2 വെറും പാത്രങ്ങൾ, നിന്നയുടെ നടുവിലും പാത്രങ്ങൾ വാങ്ങാനുള്ള മനസ്സ്. നീ നിന്റെ കുഞ്ഞുങ്ങളും മാത്രം അകത്ത് കയറി കതകടച്ച്. അനുഗ്രഹത്തിന്റെ പിൻപിൽ ദൈവത്തിന്റെ നിയമങ്ങളുണ്ട്. ദൈവത്തിന്റെ നിയമങ്ങൾ നമ്മുടെ വഴിയിലല്ല. നമുക്കൊക്കെ ഇഷ്ടം, നമ്മുടേതായ ചില ഇഷ്ടങ്ങളുണ്ട്. സാറേ, എൻ്റെ വീട്ടിൽ കുറച്ച് വേറെ പാത്രങ്ങളുണ്ട്, അത് മതിയോ? അല്ലേ വെറും പാത്രങ്ങളില്ലാതെ ഞാൻ വേറെ ചില വീട്ടിൽ ചില കന്നാസ് അതുപോലെ ചില ഇരിപ്പുണ്ട്, അത് മതിയോ? നടക്കത്തില്ല. കാണിപ്പാൻറ്റിക്കുന്ന മല എന്ന് പറഞ്ഞാൽ അവിടെയാണ്. ദൈവം പറയുന്ന ദൈവമായതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ വാക്കുകൾക്കോ അവിടെ പ്രസക്തിയില്ല. ഒരു അത്ഭുതം ദൈവം ചെയ്യുന്നതിന് മുമ്പ് ദൈവം പറയുന്ന ചില വാക്കുകളുണ്ട്. നീ പോയി പാത്രം മേടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നീ നിന്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ വേറൊരാളെ കൂട്ടാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ ഏറെക്കുറെ പൂർണ്ണമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ദൈവം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. കഥ കടച്ച് നീയും നിന്റെ പിള്ളേരും എന്ന് പറഞ്ഞാൽ അവിടെ ചോദ്യങ്ങളില്ല. കാരണം ഇത് അമാനുഷികമായ ഒരു സൂപ്പർ നാച്ചുറൽ പവർ നീഡ് ടു ബി മാനിഫെസ്റ്റഡ്. ഷീ നീഡ് ടു ബി ഗ്രേറ്റ് ഒബീഡിയന്റ്. അല്ലാതെ മിറക്കിൾ നടക്കും. അപ്പൊ ഏതു അത്ഭുതത്തിന്റെ പിൻപിലും അനുസരണം.